ഞാൻ ഒരിക്കലും എന്റെ വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും എന്താ പറയാ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഞാനൊരു അത്യാവശ്യം സക്സസ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെ എന്തായിരുന്നാലും അവരെ അടിച്ചേൽപ്പിക്കാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ഏതെങ്കിലും ഇന്നതാകണമെന്ന് ഞാനോ എന്റെ വൈഫോ പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും അവർ നല്ല രീതിയിൽ തന്നെ പഠിച്ച് അവരിന്ന് 2 പേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ ആ ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാൻ എന്റെ കുട്ടികളുമായിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു അച്ഛൻ ആയിട്ട് പേഴ്സണൽ ലൈഫിലുള്ളപ്പോൾ എനിക്ക് ചലഞ്ചിങ് ആയിട്ട് വന്ന് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട അച്ഛനായിട്ട് അഭിനയിക്കേണ്ടി വന്നു ലീല എന്ന ചിത്രത്തിൽ. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചായിരുന്നു. ഞാൻ അത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആദ്യം വിളിച്ചു ചോദിച്ചു എന്റെ വൈഫിനെയും കുട്ടികളായിരുന്നു. അപ്പൊ അവർ പറഞ്ഞ് ധൈര്യമായിട്ട് എടുത്തു. അതൊരു സിനിമയിലെ ക്യാരക്ടർ വേറെ, റിയൽ ലൈഫ് വേറെ. റിയൽ ലൈഫ് ഈസ് ഡിഫറെന്റ് ഫ്രം റിയൽ ലൈഫ്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്താണ് ഞാൻ ആ വേഷം കൈകാര്യം ചെയ്തത്. അതൊരു ടേണിംഗ് പോയിന്റ് ആയി. അതിനുശേഷം വന്ന ഈ റോഷാക്ക് മുതൽ നാളിതുവരെ ഞാൻ അഭിനയിച്ചിട്ടുള്ള എല്ലാ വേഷങ്ങളും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വേഷങ്ങളാണ്. ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വേഷം ഞാൻ കൈകാര്യം ചെയ്യില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട വേഷം തന്നെയാണ് ഞാൻ ഇന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്, അഭിനയിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. നൗ ഐ ക്യാൻ ബി ചൂസി. മുമ്പ് അത് പറ്റില്ല. ഒരു ചൊല്ലുണ്ട്, ബഗേഴ്സ് cannot be choosy. അപ്പൊ നമ്മൾ അന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ല, വരുന്നതെല്ലാം കൈകാര്യം ചെയ്യേണ്ടി വരും. ഇന്ന് അതല്ല, ഇന്ന് എനിക്ക് ചൂസ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ എനിക്ക് അത് പ്രോജക്റ്റ് നല്ലതല്ല എന്ന് തോന്നുകയാണെങ്കിൽ കാശിന് വേണ്ടി മാത്രം ഞാൻ അഭിനയിക്കുകയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു അനുഭവം വരുത്താൻ എനിക്ക് താല്പര്യമില്ല. ജഗദീഷ് തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും കഴിവും കാണും എന്ന് പ്രേക്ഷകർക്ക് ഒരു വിശ്വാസമുണ്ട്, ഒരു ബ്രാൻഡിന്റെ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ചാണ് ഇന്ന് ഞാൻ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നത്, അഭിനയിക്കുന്നത്. ഓക്കെ, ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. എന്റെ ഫാമിലി ടീച്ചേഴ്സിന്റെ ഫാമിലിയാണ്. എന്റെ അച്ഛൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. എന്റെ മൂത്ത സഹോദരി കോളേജ് പ്രിൻസിപ്പലായിരുന്നു. എന്റെ രണ്ടാമത്തെ സഹോദരി ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അങ്ങനെ വീട്ടില് എല്ലാവരും ടീച്ചേഴ്സിന്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ടാണ് ഞാൻ ബാങ്കിലെ ജോലി ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല റിസൈൻ ചെയ്തത്. എനിക്ക് ടീച്ചിങ് അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനായിരുന്നു. കുട്ടികളോട് പിന്നെ ഈ അക്കൗണ്ടൻസിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിപ്പിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹരമായിരുന്നു. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ച എനിക്കറിയാം. ഇംഗ്ലീഷ് പോലും നേരെ ചൊവ്വേ ഉച്ചരിക്കാൻ അറിയാതെ ഒരു അധ്യാപകൻ ഒരിക്കലും വഴിവെക്കിൽ നിന്ന് ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അധ്യാപകനെ ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ആ സ്ക്രീനിലെ ക്യാരക്ടേഴ്സ് മണ്ടൻ, ഒരുപാട് മണ്ടന്റെ വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള, അപ്പുകുട്ടനെ പോലുള്ള ഒരുപാട് മണ്ടത്തരം ചെയ്യുന്ന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക്